ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. 2 ക്ലാസ്സാണ് വേണ്ടത്. ഇന്നും നാളെയായിട്ട് ഈ ചാപ്റ്റർ തീരും കേട്ടോ. നമ്മൾ ഈ ചാപ്റ്റർ എടുക്കാനുള്ള കാരണം സ്റ്റേറ്റുകാർക്ക് നമ്മൾ എടുക്കുന്ന വേവ് ഒപ്റ്റിക്സ് കാര്യമായിട്ടൊന്നും ഇല്ല. അവരുടെ വേവ് ഒപ്റ്റിക്സ് ഏകദേശം കഴിഞ്ഞ പോലെ. അപ്പോ അവർക്കാണല്ലോ ആദ്യത്തെ എക്സാം. അപ്പൊ അവർക്ക് ഇതുകൂടി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചാപ്റ്റർ കഴിഞ്ഞ് പറ്റിയുള്ള വീട്ടിൽ വിടാൻ വെച്ചിട്ടാ. അപ്പോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞൊരു ചെറിയ ഭാഗം കൂടി കഴിഞ്ഞാൽ സ്റ്റേറ്റുകാരോട് വീട്ടിൽ പോകാൻ പറയാം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, തുടങ്ങാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ കുറിച്ചാണ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. സോ ശ്രദ്ധിക്കുക, ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്ന ഒരു ലോ നമ്മൾ പഠിച്ചതാണ്. കുറച്ചു പേർക്കൊന്നും അറിയുണ്ടാവില്ല, ഓർമ്മയുണ്ടാവില്ല. ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞ ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ ത്രൂ ദ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംപിയർ സർക്യൂട്ടൽ ലോ. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ ത്രൂ ദ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോ പഠിച്ചിട്ടുണ്ട്. ഈ ആംപിയർ സർക്യൂട്ടൽ ലോ അതിൽ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ ത്രൂ ദ ലൂപ്പ്. ആ ലൂപ്പിന്റെ ഉള്ളിൽ കൊടുക്കുന്ന കറന്റിന്റെ മ്യൂ 0 ടൈംസ് ആണ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്നാണ് ആംപിയർ സർക്യൂട്ടൽ ലോ പറഞ്ഞത്. ഈ ആംപിയർ സർക്യൂട്ടൽ ലോ ചില സ്ഥലങ്ങളിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. ചില സ്ഥലങ്ങളിൽ ഈ ആംപിയർ സർക്യൂട്ടൽ ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോ അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ ഉണ്ട് എന്ന് മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടെത്തുക. അപ്പൊ മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയാണ് ആംപിയർ സർക്യൂട്ടൽ ലോ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാതെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ, സ്റ്റഡി കറണ്ട്, സ്റ്റഡി ഇലക്ട്രിക് ഫീൽഡ്, സ്റ്റഡി കറണ്ട് ഉള്ള സ്ഥലങ്ങളിലാണ് ആംപിയർ സർക്യൂട്ടൽ ലോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാക്സ്വെൽ പറയാം. എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ആംപിയർ സർക്യൂട്ടൽ ലോ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് അയാളുടെ ഒരു വാദം. അപ്പൊ നമ്മൾ ഈ ആംപിയർ സർക്യൂട്ടൽ ലോ പഠിച്ചു. അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സ്വെൽ പറഞ്ഞു പറയാണ് ഇതെല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾ വെറുതെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല പറയണത്, അത് അതിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിളുകളും ആൾ പറയുന്നുണ്ട്. എവിടെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. അപ്പൊ ആ എക്സാമ്പിളാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോ ഒരു കപ്പാസിറ്റർ എടുക്കുക. മാക്സ്വെൽ പറഞ്ഞാ ഒരു കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്തു. കപ്പാസിറ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ കപ്പാസിറ്ററിലെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോ ഇതുവഴി എന്ത് ഫ്ലോ ചെയ്യും മക്കളെ? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇല്ലേ? ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തിട്ടാണല്ലോ ഇത് ഏത് ചാർജ് ഉണ്ടാവുക? ഈ പ്ലേറ്റ് പോസിറ്റീവ് ചാർജ് വരും, ഈ പ്ലേറ്റ് എന്ത് ചാർജ് വരും? നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ കപ്പാസിറ്റർ ചാർജ് ആകുന്ന സമയത്ത് ആ സർക്യൂട്ടിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? കപ്പാസിറ്റർ ചാർജ് ആവുന്ന സമയത്ത് ആ സർക്യൂട്ടിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ പറയുന്ന എക്സാമ്പിൾ ഇതാണ്, മാക്സ്വെലിന്റെ എക്സാമ്പിൾ. നിങ്ങളൊരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്യാം. ആ കപ്പാസിറ്ററിന്റെ ഒരു സെല്ല് വെച്ച് എന്ത് ചെയ്യാം? ചാർജ് ആക്കാം. അപ്പൊ ചാർജ് ആക്കുമ്പോൾ അതുവഴി എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ കറണ്ടിനെ നമ്മൾ കണ്ടക്ഷൻ കറണ്ട് എന്നാണ് വിളിക്കുക, IC. ആ കറണ്ടിനെ നമ്മൾ എന്താ വിളിക്കുക? കണ്ടക്ഷൻ കറണ്ട് IC എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കപ്പാസിറ്ററിനുള്ളിൽ അല്ലെങ്കിൽ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ആ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് ആര് പറയുന്നു? മാക്സ്വെൽ പറയുന്നു. എന്നിട്ട് മാക്സ്വെല് ഇവിടെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു. എവിടെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു? ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ പുറത്ത്, ജസ്റ്റ് പുറത്തായിട്ട് എന്ത് ചെയ്തു? ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു. ജസ്റ്റ് ഇതിന്റെ ഉള്ളിലും ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു. അപ്പൊ 2 ലൂപ്പുകൾ അയാൾ എടുക്കുന്നു. ഫസ്റ്റ് ലൂപ്പ്, സെക്കൻഡ് ലൂപ്പ്. ഫസ്റ്റ് ലൂപ്പ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ പുറത്തും, രണ്ടാമത്തെ ലൂപ്പ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഉള്ളിലുമായിട്ട് 2 ലൂപ്പുകളാണ് എടുത്തു.
അയാൾ പറയാൻ പോകുന്നത് എന്താ, ആംബിയർ സർക്യൂട്ടുള്ള എല്ലാ സ്ഥലത്തും ഒന്നല്ല, അപ്ലിക്കബിൾ അല്ല, ശരിയല്ല എന്നാണ് പറയാൻ പോണേ. അതിനുള്ള എക്സാമ്പിൾ ആണ് അയാൾ പറഞ്ഞത് കേട്ടോ. ആ എക്സാമ്പിൾ ശ്രദ്ധിച്ച് കേൾക്കാം, ഇവിടെ തന്നെ പഠിച്ചു പോവാം. അപ്പൊ ഒരു കപ്പാസിറ്റർ എടുത്തു, ആ കപ്പാസിറ്റർ ഒരു സെല്ല് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആ കപ്പാസിറ്ററിലെ ഈ വഴി കൂടെ എന്ത് ഫ്ലോ ചെയ്യും മക്കളെ, കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഇവിടെ ഏത് ചാർജ് വരും, പ്ലസ് ചാർജ് വരും. ഇവിടെ എന്ത് ചാർജ് വരും, മൈനസ് ചാർജ് വരും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തതാ, ഇവിടെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു. ഇവിടെ നമ്മുടെ ലൂപ്പ് കപ്പാസിറ്റർ പ്ലേറ്റിന്റെ പുറത്തൊരു ലൂപ്പ് കൺസിഡർ ചെയ്തു, കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഉള്ളില് ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു. രണ്ട് ലൂപ്പുകൾ കൺസിഡർ ചെയ്തു, ഒന്ന് പുറത്തും ഒന്ന് ഉള്ളിലും. ക്ലിയർ ആയ? ഫോർ ലൂപ്പ് 1 നമ്മൾ എന്ത് ചെയ്യാണ്, ആംബിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫോർ ലൂപ്പ് 1 ഫസ്റ്റ് ലൂപ്പിന് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്, ആംബിയർ സർക്യൂട്ടിലോ അപ്ലൈ ചെയ്യാൻ പോവാം. ഏത് ലൂപ്പ്, ഫസ്റ്റ് ലൂപ്പ് ഇട്ടാ ഈ സൈഡിലുള്ള ലൂപ്പിന് ആംബിയർ സർക്യൂട്ടിലോ അപ്ലൈ ചെയ്യാൻ പോവാം. എന്താ ആംബിയർ സർക്യൂട്ടിലോ പറഞ്ഞേ, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ0 ഇൻറ്റു ഐ ത്രൂ ദ ലൂപ്പ് എന്നാണ് അയാൾ പറയുന്നത്. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ0 ഇൻറ്റു ഐ ത്രൂ ദ ലൂപ്പ് എന്നാണ് ആംബിയർ സർക്യൂട്ടിലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈക്വൽ ടു മക്കളെ ഫസ്റ്റ് ലൂപ്പിനെ സംബന്ധിച്ച് നോക്കടാ, ഇതല്ല ഫസ്റ്റ് ലൂപ്പ് അല്ലെ, ഇതല്ല ഫസ്റ്റ് ലൂപ്പ്. ഈ ഫസ്റ്റ് ലൂപ്പിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ, ഫസ്റ്റ് ലൂപ്പിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. ഫസ്റ്റ് ലൂപ്പിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഏത് കറണ്ടാ ഫ്ലോ ചെയ്യുന്നത്, കണ്ടക്ഷൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, IC അല്ലെ. ഫസ്റ്റ് ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, കാരണം വയറുണ്ട് അവിടെ. അപ്പോ ആള് പറയാണ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ0 ഇൻറ്റു ഐ ത്രൂ ദ ലൂപ്പ്. ലൂപ്പിന്റെ ഉള്ളിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതേത് കറണ്ടാ, കണ്ടക്ഷൻ കറണ്ടാ. വളരെ സിമ്പിൾ ആട്ടാ, ഇപ്പൊ തന്നെ പഠിച്ചു പോട്ടെ, അത്ര ഉള്ളത്. അപ്പൊ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ0 ഇൻറ്റു IC എന്നാണ് ഫസ്റ്റ് ലൂപ്പിൽ പറഞ്ഞത് ആംബിയർ സർക്യൂട്ടിലോ. സംശയം ഉണ്ടോ? ഇതുവരെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇനി ഫോർ ലൂപ്പ് 2 അടുത്ത ലൂപ്പിനെ സംബന്ധിച്ച് രണ്ടാമത്തെ ലൂപ്പ് എവിടെയാ? രണ്ടാമത്തെ ലൂപ്പ് നമ്മുടെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്ക് ഉള്ളിലാണ്, ഇടയിൽ. ലൂപ്പ് 2നെ സംബന്ധിച്ച് നോക്കുമ്പോ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ കേട്ടോ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഈക്വൽ ടു മ്യൂ0 ഇൻറ്റു ഐ ത്രൂ ദ ലൂപ്പ് എന്ന് ഞാൻ ആദ്യം ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതി വെച്ചു. മ്യൂ0 ഇൻറ്റു ഐ ത്രൂ ദ ലൂപ്പ്. അതിലെ മക്കളെ നോക്കടാ, ഈ രണ്ടാമത്തെ ലൂപ്പിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ? നോക്ക്, രണ്ടാമത്തെ ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ0 ഇൻറ്റു 0. കാരണം കറണ്ട് ഉണ്ടാ രണ്ടാമത്തെ ലൂപ്പില് കറണ്ട് ഇല്ല. അപ്പൊ എന്താ വരിക, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0 വരും. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 വരും. ഇപ്പൊ മാക്സ്വെൽ പറയുന്നത് ഇവിടെ നമ്മൾ ആംബിയർ സർക്യൂട്ടിലോട് എടുക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ ടു മ്യൂ0 ഇൻറ്റു IC വരും. രണ്ടാമത്തെ ലൂപ്പില് ആംബിയർ സർക്യൂട്ടിൽ എടുക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ ടു എന്ത് വരും, 0 വരും. സംശയം ഉണ്ടാ? അപ്പൊ ആളുടെ എക്സാമ്പിൾ നല്ല പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരു കപ്പാസിറ്റർ എടുക്കുക, ആ കപ്പാസിറ്റർ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ വയറിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ടാവും, കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പോ അവിടെ നമ്മൾ ഒരു ലൂപ്പ് എടുക്കുക, ഉള്ളിലും ഒരു ലൂപ്പ് എടുക്കുക. ലൂപ്പ് 1 ആംബിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുക, ലൂപ്പ് 2 ആംബിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ലൂപ്പ് 1 അപ്ലൈ ചെയ്തപ്പോൾ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ മ്യൂ0 ഇൻറ്റു IC എന്ന് കിട്ടിയത്. അതിൽ കൂടെ പോണ കറണ്ട് ലൂപ്പ് 1 കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ലൂപ്പ് 2 ആംബിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തപ്പോ ഇന്റഗ്രൽ ബി ഡോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ റിസൾട്ട് മാക്സ്വെൽ അങ്ങോട്ട് താല്പര്യപ്പെട്ടില്ല. ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചാൽ കാണാം, ഇത് ആംബിയർ സർക്യൂട്ടിലോന്റെ റിസൾട്ട് ആണ് അല്ലെ, ഇത് ആംബിയർ സർക്യൂട്ടിലോന്റെ റിസൾട്ട് ആണ്. ഈ ആംബിയർ സർക്യൂട്ടിലോടെ റിസൾട്ട് മാക്സ്വെല്ലിന് താല്പര്യപ്പെട്ടില്ല. താല്പര്യപ്പെടാതിരിക്കാനുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ലൂപ്പ് 1ന്റെ ഇക്വേഷനിൽ ശ്രദ്ധിക്കുക, ലൂപ്പ് 1ന്റെ ഇക്വേഷനിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ ടു മ്യൂ0 ഇൻറ്റു IC കാണുന്നുണ്ടോ? ലൂപ്പ് 2 എന്ന് പറയുന്നതിന്റെ ഇക്വേഷനിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഈക്വൽ ടു 0 കാണുന്നത്. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡ് നോക്കിയേ, ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ അത് കുഴപ്പമില്ല. റൈറ്റ് സൈഡ് ഒരെണ്ണത്തിൽ മ്യൂ0 ഇൻറ്റു IC കാണുന്നുണ്ട്, മറ്റേതിൽ എത്രയാണ് കാണുന്നത്, 0 കാണുന്നത്. എന്ന് പറയുമ്പോ ലൂപ്പ് 1 മ്യൂ0 ഇൻറ്റു IC ഉണ്ട്, ലൂപ്പ് 2 0 ആണ്. മനസ്സിലായ? ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ മ്യൂ0 ഇൻറ്റു IC ഉണ്ട്, ഇവിടെ എന്താ, 0 ആണ്. മാക്സ്വെല് പറയുന്നത്, മാക്സ്വെല്ലിന്റെ ചിന്ത ശ്രദ്ധിക്കുക, ഈ 2 ലൂപ്പുകൾ വളരെ അടുത്തടുത്ത് കിടക്കുന്ന 2 ലൂപ്പുകളാണ് അല്ലടാ. ഒരു പ്ലേറ്റിന്റെ വ്യത്യാസമുള്ളൂ. പ്ലേറ്റിന് ഇപ്പുറത്ത് ലൂപ്പ് 1, പ്ലേറ്റിന് ഇപ്പുറത്ത് ലൂപ്പ് 2. അപ്പൊ 2 വളരെ അടുത്തടുത്തെടുക്കുന്ന ലൂപ്പുകൾ തമ്മിൽ ഇതേപോലെ ഭീകരമായിട്ടുള്ള ഒരു ചേഞ്ച് ഫിസിക്സുകാർ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് പറയാൻ പറ്റും, ഒരു പ്ലേറ്റിന്റെ അപ്പുറത്തും ഒരു പ്ലേറ്റിന്റെ ഇപ്പുറത്തും കിടക്കുന്ന 2 ലൂപ്പുകൾ തമ്മിൽ ഇവിടെ മ്യൂ0 IC ഉണ്ട്, ഇവിടെ വരുമ്പോ 0. ശ്രദ്ധിക്കട്ടാ, ഫസ്റ്റ് ലൂപ്പിൽ മ്യൂ0 IC ഉണ്ട്, അപ്പുറത്ത് വരുമ്പോ എന്ത് വരുന്നുണ്ട്, 0 വരുന്നുണ്ട്. ഇത് മാക്സ്വെല്ലിനെ വളരെയധികം സംശയത്തിലാക്കി. ഇങ്ങനെ
ലൂപ്പ് 1 സാധനം ഉണ്ട്, മ്യൂസർ ഐസി ഉണ്ട്. ലൂപ്പ് 2 വരുമ്പോ അത് എന്ത് വരുന്നു? 0 വരുന്നു. ഇത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അടുത്തടുത്ത 2 ലൂപ്പാ, ഒരു പ്ലേറ്റിന്റെ വ്യത്യാസമല്ലോ. ഈ പ്ലേറ്റിന്റെ ഇപ്പർ സൈഡിലുള്ള ലൂപ്പിലുണ്ട്, അപ്പർ സൈഡിലുള്ള ലൂപ്പിൽ ഇല്ല എന്ന് പറയുന്നത് അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്ന് മനസ്സിലായി. അപ്പോ മാക്സ്വെൽ ഇതിൽ സംശയം വരാൻ തുടങ്ങി. അതായത് ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ ഇന്റഗ്രൽ പി ഡോട്ട് ഡിയിലേക്ക് കൊണ്ട് മ്യൂസർ ഐസി, ഇവിടെ ഇന്റഗ്രൽ പി ഡോട്ട് ഡിയിലേക്ക് കൊണ്ട് എന്താ 0. അങ്ങനെ സംശയം വരാൻ തുടങ്ങി. അപ്പൊ മാക്സ്വെൽ കുറച്ചുകൂടി അതിന്റെ ഉള്ളിലേക്ക് സ്റ്റഡി നടത്താൻ തുടങ്ങി. അങ്ങനെ സ്റ്റഡി നടത്താൻ തുടങ്ങിയപ്പോ ആള് വീണ്ടും നോക്കുകയാണ്. ശ്രദ്ധിക്കട്ട, ലൂപ്പ് 2 സ്റ്റഡി നടത്താൻ വേണ്ടി അയാൾ വീണ്ടും ഏതിനെടുക്കുന്നു? ലൂപ്പ് 2. മക്കളെ ലൂപ്പ് 2 ഇക്വേഷൻ വീണ്ടും അയാൾ എഴുതി, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0. മക്കളുടെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇത് ലൂപ്പ് 2 ട്ടാ. ലൂപ്പ് 2 ഇക്വേഷൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 അല്ലെങ്കിൽ മക്കളെ ബി ഈക്വൽ ടു എന്ത് വരുന്നതാ? 0 വരണം. എന്ന് പറയുമ്പോ കപ്പാസിറ്ററിന്റെ ഉള്ളിൽ എന്തില്ല? കപ്പാസിറ്ററിന്റെ ഉള്ളിൽ എന്തുണ്ടാവാൻ പാടില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാൻ പാടില്ല. ഏത് തീരപ്രകാരമാണെങ്കിൽ? ആംപിയർ സർക്യൂട്ടിലെ പ്രകാരം. ഇത് ആംപിയർ സർക്യൂട്ടിലെ വേണം കേട്ടോ. അപ്പൊ ആംപിയർ സർക്യൂട്ടിലെ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കുള്ളിൽ എന്തുണ്ടാവാൻ പാടില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കുള്ളിൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കി, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. ആർക്ക്? മാക്സ്വെൽ. അതിപ്പോ മനസ്സിലാക്കാൻ വെറുതെ ഒരു മാഗ്നറ്റ് നീഡിൽ വെച്ചാൽ മതി. കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കുള്ളിൽ ഒരു മാഗ്നറ്റ് നീഡിൽ വെച്ചാൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോ അതിനുള്ളിൽ ഏത് ഫീൽഡ് ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോ മാക്സ്വെല്ലിന് മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മനസ്സിലാക്കട്ടാ, കപ്പാസിറ്ററുകളുടെ പ്ലേറ്റുകൾക്കുള്ളിൽ എന്തും ഫീൽഡ് ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആംപിയർ സർക്കിളിന്റെ പ്രകാരം നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എത്ര വരണേ? 0. അപ്പൊ മാക്സ്വെൽ പറയാണ് ആംപിയർ സർക്യൂട്ടിലോ ഇൻകംപ്ലീറ്റ് ആണ്, തെറ്റാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടാ. വളരെ ഭീകരമായിട്ടൊരു കണ്ടുപിടുത്താട്ടാ. വെറുതെ കുറച്ചൊന്നും കാണരുത്, വില കുറച്ച് കാണുകയെ ചെയ്യരുത്. ഈ കണ്ടുപിടുത്തന്നെ അതിഭീകരമായിട്ടൊരു കണ്ടുപിടുത്തമാണ്. അപ്പൊ ആംപിയർ സർക്യൂട്ടിലോ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് ആര് പറയണം? മാക്സ്വെൽ പറയണം. സോ മാക്സ്വെലിന്റെ കണ്ടുപിടുത്തതാ ആംപിയർ സർക്യൂട്ടിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ എടുത്തൊന്നുമില്ല. ഒരു കപ്പാസിറ്റർ. ആ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? വിഷ്ണു സെല്ലിലേക്ക് കൊടുത്ത് ചാർജ് ചെയ്യും കേട്ടാ. എന്നിട്ട് എവിടെ എന്തെടുക്കുന്നു? നമ്മൾ 2 ലൂപ്പുകൾ എടുക്കുന്നു. 2 ലൂപ്പുകൾ എടുക്കുന്നു. ഏതാ? ഒരു ലൂപ്പ് കപ്പാസിറ്റർ പ്ലേറ്റിന് പുറത്തും, ഒരു ലൂപ്പ് ഉള്ളിലും. ഇതിപ്പോ തന്നെ പഠിച്ചു പോകട്ടോ, വേറെ ഭീകരതയൊന്നുമില്ല. ഒരെണ്ണം പുറത്തും ഒരെണ്ണം ഉള്ളിലും. പുറത്തുള്ള ലൂപ്പില് മറ്റേ ആംപിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തപ്പോ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂസർ ഇൻടു ഐ സി എന്ന് കിട്ടി. കിട്ടിയാ? അപ്പൊ എന്താ പറഞ്ഞേ? ഒരു ലൂപ്പ് നോക്കിയപ്പോ കപ്പാസിറ്ററിന്റെ പുറത്തുള്ള ലൂപ്പ് നോക്കിയപ്പോ എന്തുണ്ട്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതിന്റെ ഉള്ളിൽ കൂടെ ഇല്ലേ? ഏത് കറണ്ട് ഫ്ലോ ചെയ്യണേ? ഐ സി എന്ന് പറഞ്ഞ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, കണ്ടക്ഷൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂസർ ഇൻടു ഐ സി. അപ്പൊ അവിടെ ഏത് ഫീൽഡ് ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനിലുണ്ട്. രണ്ടാമത്തെ ലൂപ്പ് എവിടെ എടുത്താണ്? രണ്ടാമത്തെ ലൂപ്പ് കപ്പാസിറ്ററിന്റെ ഉള്ളിൽ. ആ കപ്പാസിറ്ററിന്റെ ഉള്ളിൽ കൂടെ പോണതിൽ കറണ്ട് ഉണ്ടോ? ഇല്ല. അപ്പോ ഇന്റഗ്രൽ ബി ഡോട്ട് ഡിയിലേക്ക് കൊണ്ട് എന്ത് വരും? മ്യൂസർ ഇൻടു 0. അത് 0 വരും കേട്ടോ. അങ്ങനെ 0 വരികയാണെങ്കിൽ എന്ത് സംഭവിക്കണം മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് എന്താണോ? 0 ആണ്. ബട്ട് there is a magnetic field inside the capacitor. കപ്പാസിറ്ററിനുള്ളിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ആൾക്ക് മനസ്സിലായി ആംപിയർ സർക്യൂട്ട് ലോ ഈസ് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആംപിയർ സർക്യൂട്ട് ലോ തെറ്റാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ അതിനൊരു മോഡിഫൈ ചെയ്ത് ശരിയാക്കുന്നു. അങ്ങനെയാണ്. തെറ്റ് പറയാൻ മാത്രം പോരാ, അതിനെ എന്ത് ചെയ്യണം? അത് ശരിയാക്കണം. അപ്പൊ മാക്സ്വെൽ എന്ത് ചെയ്തു മക്കളെ? അതിനെ ശരിയാക്കി. ഇത് വളരെ ഭീകരമായിട്ടുള്ള സംഭവമാണ്. മാക്സ്വെൽ അതിനെ ശരിയാക്കി. അത് കഴിഞ്ഞ പിന്നെ എന്ത് സംഭവിച്ചു? ലോയുടെ പേര് മാറി. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടാ, മാക്സ്വെൽ അതിനെ കണക്ഷൻ ചെയ്തപ്പോ അതിന്റെ ലോ മാക്സ്വെൽ ആംപിയർ സർക്യൂട്ട് ലോ എന്നായി കേട്ടാ. അതാണ് പ്രശ്നം. അതാണ് മര്യാദയ്ക്ക് ഒരു സാധനം എഴുതിയില്ലെങ്കിൽ നാട്ടുകാരൊന്ന് അടിച്ചുകൊണ്ടു. മനസ്സിലായില്ലേ? ചെറിയൊരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അപ്പം തീർന്ന് നാട്ടുകാരൊന്ന് കറക്റ്റാക്കിയിട്ട് അവന്റെ പേരിലാക്കി കൊണ്ടു. മാക്സ്വെൽ ആംപിയർ സർക്യൂട്ട് ലോ എന്നാണ് കേട്ടോ. അല്ലാണ്ട് ആംപിയർ മാക്സ്വെൽ സർക്യൂട്ട് ലോ എന്നല്ല. മാക്സ്വെല്ലിന്റെ എന്താണ് പറയണത്? ആദ്യം മാക്സ്വെല്ലിന്റെ പേര കൊടുക്കണേ. അതാണ് വ്യത്യാസം. മര്യാദയ്ക്ക് വൃത്തിയായി ചെയ്തില്ലെങ്കിൽ വേറെ എടുത്ത് കൊണ്ടുപോയി അതാണ് അടിച്ചുകൊണ്ടു. അതാണ് ഇപ്പൊ അടിച്ചുകൊണ്ടുള്ള പെർഫെക്റ്റ് സാധനം. അതാണ് മാക്സ്വെൽസ് ആംപിയർ സർക്യൂട്ട് ലോ ഈ പേര്. അപ്പൊ ആംപിയർ ആരായി? ശശി.
റോക്ക് ശശിയായി മാറി. അയാൾ എന്ത് ചെയ്തു? മാക്സ്വെൽ കൊണ്ടുപോയി അയാളുടെ ലോ. അപ്പോ അയാളുടെ മാക്സ്വെലിന്റെ കറക്ഷനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത് പറയണം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ അത് ഈ സാധനം എഴുതി വെക്കണം. സോ എഴുതി വെക്കുക. കഴിഞ്ഞില്ലേ? എന്നിട്ട് എഴുതി വെച്ചോ. അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ട് ലോ, അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ട് ലോ, ആംപിയർ സർക്യൂട്ട് ലോ പ്രകാരം എന്താ പറഞ്ഞേ? അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ട് ലോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാ കപ്പാസിറ്ററിനുള്ളില്? ഇല്ല. ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ്. കപ്പാസിറ്ററിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ബട്ട് ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ കപ്പാസിറ്റർ. സോ അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ട് ലോ there is no magnetic field inside the capacitor, but actually there is a magnetic field exists. Actually there is a magnetic field exists in capacitor. Capacitor ശരിക്കും എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആക്ച്വലി there is a magnetic field exists in the capacitor. കപ്പാസിറ്ററിൽ ശരിക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നു. That means ampere circuit law is inconsistent, and Ampere circuit law is inconsistent in this case. Ampere circuit law is inconsistent in this case. കിട്ടിയാ? ഈ കേസിലെ ആംപിയർ സർക്യൂട്ട് ലോ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഈ കേസിലെ ആംപിയർ സർക്യൂട്ട് ലോ ഇൻകൺസിസ്റ്റന്റ് ആണ്. കഴിഞ്ഞില്ലേ? യെസ്. അപ്പോ അതാണ് ഉണ്ടായത്. അപ്പൊ നമ്മള് മാക്സ്വെല്ലിന്റെ ആ കണ്ടുപിടുത്തത് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ മാക്സ്വെല് ആംപിയർ സർക്യൂട്ടിലോ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യണം? അത് ശരിയാക്കി എഴുതാനുള്ള ഒരു ഇതും ആരുടെ കയ്യിലാണ്? മാക്സ്വെലിന്റെ കയ്യിലാണ്. അത് ശരിയാക്കി എഴുതണം. അങ്ങനെ ശരിയാക്കി എഴുതാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കട്ടെ, വളരെയധികം ശ്രദ്ധിച്ചോളൂ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പറയാൻ പോണേ. അങ്ങനെ ശരിയാക്കി എഴുതാൻ വേണ്ടി മാക്സ്വെല് ഒരു പുതിയ കറണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു പുതിയ കറണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പുതിയ കറണ്ട് കപ്പാസിറ്ററുകളുടെ പ്ലേറ്റുകൾക്കിടയിൽ ഒരു പുതിയ കറണ്ട് ഉണ്ട് എന്ന് അയാൾ എന്ത് ചെയ്യാണ്? പറയുകയാണ്. കേട്ടോ, ആ കറണ്ടിനെ അയാള് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കും. ആ കറണ്ട് എന്ന് വിളിക്കുന്ന ആള് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ മാക്സ്വെല് എങ്ങനെയാണ് ആംപിയർ സർക്യൂട്ടിലൂടെ ആ തെറ്റിനെ ഒഴിവാക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സ്വെൽ എന്ത് ചെയ്യുന്നു? പുതിയൊരു കറണ്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കി എടുക്കുന്നു. ഏത്? കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കുള്ളിൽ ഒരു കറണ്ട് ഉണ്ടാകുന്നു എന്ന് അസ്യൂം ചെയ്യുന്നു. അതാണ് ഏത് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ പുതിയൊരു കറണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇൻ ഓർഡർ ടു മേക്ക് ആംപിയർ സർക്യൂട്ട് ലോ കൺസിസ്റ്റന്റ് ഇൻ ദിസ് കേസ്, ഈ കേസിൽ ആംപിയർ സർക്യൂട്ട് ലോ യൂസ്ഫുൾ ആക്കാൻ വേണ്ടി മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് എ ന്യൂ കറണ്ട് ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ പുതിയൊരു കറണ്ടിനെ ആള് കൊണ്ടുവരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID. അപ്പൊ കപ്പാസിറ്ററുകൾക്ക് പ്ലേറ്റുകൾക്കിടയിൽ ഏത് കറണ്ട് ഉണ്ടെന്ന് പറയാണ് മാക്സ്വെല്? ഏത് കറണ്ട് എന്ന് പറയാണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടെന്ന് പറയാം. ഓർമ്മണ്ട? ഇല്ല. മാക്സ്വെല് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാം. ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ വാല്യൂ അയാൾ പറയുന്നത് ε0 ഇൻറ്റു d∅e/dt എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഈക്വൽ ടു മാക്സ്വെൽ. ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ വാല്യൂ പറയുന്നത് ε0 ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള പെർമിറ്റിവിറ്റി ഇൻറ്റു d∅/dt. കേട്ടോ, ഇലക്ട്രിക് ഫ്ലക്സ് ബൈ ടൈം. d∅/dt ഇൻറ്റു ε0 ആണ് ഏത് കറണ്ട് എന്ന് പറയാണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാം. സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ കറണ്ടിനെ ആള് എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആര്? മാക്സ്വെല്. അതിന്റെ വാല്യൂ പറയാണ്. എന്ത് പറയാണ്? ε0 ഇൻറ്റു d∅/dt. അപ്പൊ ഫോർ ലൂപ്പ് 2 മക്കളെ നാം ശ്രദ്ധിച്ചു നോക്കിയ നിങ്ങള്. ഫോർ ലൂപ്പ് 2 ആ ഇൻകൺസിസ്റ്റൻസി മാറി. ഫോർ ലൂപ്പ് 2 രണ്ടാമത്തെ ലൂപ്പിന് നമ്മള് മറ്റേ ആംപിയർ സർക്യൂട്ടിൽ എഴുതുമ്പോ ഇന്റഗ്രൽ B.dl ഈക്വൽ ടു μ0 ഇൻറ്റു ID. കണ്ടോ ഞാൻ രണ്ടാമത്തെ ലൂപ്പിനുള്ളിലൂടെ ഏത് പാസ് ചെയ്യുന്നതാ? രണ്ടാമത്തെ ലൂപ്പിനുള്ളിൽ കപ്പാസിറ്ററിനുള്ളിൽ ഏത് കറണ്ട് പാസ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പം ഇന്റഗ്രൽ B.dl ഈക്വൽ ടു μ0 ഇൻറ്റു ID എന്നാണ് എഴുതുക. കണ്ടോ? അപ്പൊ നേരത്തെ അത് 0 ആയിരുന്നു അല്ലെ? ഇപ്പൊ അയാൾ എന്ത് ചെയ്തു? പുതിയൊരു കറണ്ടിനെ കൊണ്ടുവന്ന് ആ കറണ്ടിനെ ID എന്ന് എഴുതി. അപ്പൊ ഇന്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു ID. കേട്ടോ, അതിന്റെ വാല്യൂ എത്ര ഇങ്ങനെ? ε0 ഇൻറ്റു d∅/dt. സംശയം ഇല്ല?
അപ്പോ ആ നേരത്തെ ഇതിൽ കറണ്ട് ഉണ്ടായിരുന്നതാ ഇല്ല, ഇതിൽ കറണ്ട് ഉണ്ടാവാത്താണ് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഇൻകൺസിസ്റ്റൻസിനെ ഒഴിവാക്കാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്തു, കപ്പാസിറ്ററുകളുടെ പ്ലേറ്റുകൾക്കിടയിൽ ഒരു കറണ്ട് ഉണ്ടെന്ന് പറയാൻ, അതാണ് ഇത് കറണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് μ0 × ID. അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ ഈ ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾ കേൾക്കുക, അതിന് എന്താണ് സംഭവം എന്ന് കേൾക്കുക. അതിന് മുമ്പ് സാർ ആദ്യം പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കും. ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ പറയാൻ പോകും. ശ്രദ്ധിക്കട്ടെ, ഒരു അത്ഭുതം കാണിച്ചു തരാം. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID = ε0 × d∅e ഇലക്ട്രിക് ഫ്ലക്സ് ബൈ ടൈം എന്നാണ്, അല്ലെ? അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം × d∅e/dt എന്നാണ് ആര് എഴുതിയത്? മാക്സ്വെൽ എഴുതി. ഇനി അത്ഭുതം കാണിച്ചാ ശ്രദ്ധിക്കണ്ട, ശ്രദ്ധിക്കുക എല്ലാവരും. അത് ഞാനിവിടെ എഴുതുന്നുണ്ട്. മക്കളടാ, ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, E × A. അറിയാത്ത പിള്ളേരില്ല. ഫ്ലക്സിന്റെ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് × ഏരിയ. ഇത് ഏത് ഫ്ലക്സാ? ഇലക്ട്രിക് ഫ്ലക്സാ. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് × ഏരിയ. സംശയമുള്ളവരുണ്ടോ? ഇല്ല, ഇതൊക്കെ അറിയാലോ. ഇലക്ട്രിക് ഫ്ലക്സ് × ഏരിയ ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. സോറി, ഇലക്ട്രിക് ഫീൽഡ് × ഏരിയ ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ഒരു കപ്പാസിറ്ററുകളുടെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഞാനത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. രണ്ട് കപ്പാസിറ്ററുകൾക്ക് ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. മക്കളെ, പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0, ഇപ്പുറത്തെ സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0, ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് σ/ε0. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. σ/ε0. അപ്പോ ഈ പ്ലേറ്റുകൾക്ക്, ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എത്രയാ? σ/ε0. പുറത്തുണ്ട് ഇലക്ട്രിക് ഫീൽഡ്, പുറത്ത് 0, ഇപ്പുറത്ത് 0. നമ്മളിപ്പോ ഈ അടുത്ത് തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡെറിവേഷൻ നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ പണ്ട് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡെറിവേഷൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, ഇവർക്ക് ഈ അടുത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ 0, ഉള്ളിലും 0. ഇവിടെ σ/ε0 ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടുത്തെ ഈ മറ്റേ കപ്പാസിറ്ററുകൾക്ക് ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? അപ്പൊ ഈ ഇലക്ട്രിക് ഫ്ലക്സ് = σ/ε0 × A. സംശയം ഉണ്ടെങ്കിൽ പറയണ്ട, സംശയം പറഞ്ഞില്ല. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് = σ/ε0 ഇലക്ട്രിക് ഫീൽഡ് ഇടാ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന് വരെ σ/ε0 × A. കുഴപ്പമില്ല. ഇതിൽ സിഗ്മ എന്തായിരുന്നു ഓർമ്മയുണ്ട? സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ആയിരുന്നു, Q/A. എന്നെ കൊണ്ട് പറയിക്കരുത്, വളരെ മോശമാണതല്ലേ. സിഗ്മ എന്ന് പറയുമ്പോ ചാർജ് ബൈ ഏരിയ, സർഫസ് ചാർജ് ഡെൻസിറ്റി Q/A. അപ്പൊ മക്കളെ, ഫ്ലക്സിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കണം. ഫ്ലക്സ് ϕE = ε0 ഇല്ല, സോറി, സിഗ്മയ്ക്ക് പകരം Q/A/ε0 × A. ശരിയല്ലേ? Q/A. അതാണ് മക്കളെ, സിഗ്മയ്ക്ക് വരെ Q/A ഇടാം. Q/A/ε0 × ഏരിയ വെട്ടിപ്പോയിടാം. അപ്പോ ഇലക്ട്രിക് ഫ്ലക്സ് = Q/ε0. ഇലക്ട്രിക് ഫ്ലക്സ് = Q/ε0 എന്ന് കിട്ടും. ഇലക്ട്രിക് ഫ്ലക്സ് = Q/ε0. ഇത് തന്നെയാണ് ഗോസ് തിയറം ട്ടാ. അതിന് ബോധമുള്ളവർക്ക് അറിയുള്ളൂ. അത് പോട്ടെ, കുഴപ്പമില്ല. ഇലക്ട്രിക് ഫ്ലക്സ് = Q/ε0. ഇനി ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താ ചെയ്യുന്നത്? ID ശ്രദ്ധിക്കട്ടോ, ID = ε0 × d∅e/dt എന്ന് എഴുതണം, അല്ലെ? ε0 × d∅/dt. സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് = ε0 × d/dt ഓഫ്, മക്കളെ, ϕ. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ? Q/ε0. ശരിയാണോ? ഈ ε0 അടിയിലും ഈ ε0 മുകളിലല്ല. അതിനെന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പറഞ്ഞൂടെ? പറ്റില്ലേ? ഇത് പുറത്തേക്ക് എടുക്കാൻ ഡിഫറൻസിയേഷൻ. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോകണം. ഞാനത് പുറത്തൊന്നും എടുത്ത് കാണിച്ചു തന്നിട്ടില്ല, എനിക്ക് വയ്യ. സോ ID ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് = ബാക്കി എന്താ വരിക? dq/dt. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് = dq/dt. കണ്ടാ? dq/dt വല്ലയിടത്തും കേട്ടുവരിച്ചിട്ടുണ്ടോ? dq/dt സാധാ കറണ്ട്. അപ്പൊ dq/dt എന്ന് പറയുന്ന ഏത് കറണ്ട്? സാധാ കറണ്ട്. ഈ കറണ്ട് ഏത് കറണ്ട്? കണ്ടക്ഷൻ കറണ്ട്, സാധാ കറണ്ട്. അപ്പൊ സാധാ കറണ്ട് തന്നെയാണ് ഏത് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ വാല്യൂ സാധാ വയറിൽ കൂടെ പോകുന്ന കറണ്ടിന്റെ വാല്യൂ ഈക്വൽ ആണ്. അപ്പൊ കപ്പാസിറ്ററിന്റെ പുറത്ത് എത്ര കറണ്ട് ആണോ വയറിൽ കൂടെ പാസ് ചെയ്യുന്നത്, അതേ കറണ്ട് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആയിട്ട് നമ്മൾ കപ്പാസിറ്ററിന്റെ ഉള്ളിലും പറയുന്നത്. ഇതാണ് അയാളുടെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും സാധാ കറണ്ട് ഈക്വൽ ആണ് കേട്ടാ. അപ്പോ ഒരു തവണ കൂടി സാർ പറഞ്ഞു ശ്രദ്ധിച്ചിരിക്കട്ടാ. ഇതാണ് നിങ്ങൾക്ക് ആദ്യത്തെ ടോപ്പിക് കേട്ടാ.
അപ്പൊ ഒരു തവണ കൂടി നമുക്ക് പറയാം. അതായത് രണ്ടാമത്തെ ലൂപ്പ് എവിടെ കിടക്കണേ? രണ്ടാമത്തെ ലൂപ്പ് കപ്പാസിറ്ററിന്റെ ഉള്ളിൽ കിടക്കണേ. അവിടെ കറണ്ട് ഉണ്ടായിരുന്നോ? ഇല്ല. അവിടെ ആംപിയർ സർക്യൂട്ട് ലോ കൊടുത്ത് വെച്ചപ്പോ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി കൊണ്ട് എന്ത് വന്നു? 0 വന്നു. അവിടെ ആംപിയർ സർക്യൂട്ട് ലോ യൂസ്ഫുൾ ആണോ? അല്ല. അപ്പൊ അത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടി, ശരിയാക്കാൻ വേണ്ടി മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കറണ്ട് ആണ് ഏത് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ പ്ലേറ്റുകൾക്കിടയിൽ ഏത് കറണ്ട് ഉണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിചാരിക്കാം. അതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. കേട്ടോ? ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പറഞ്ഞേ, പെർമിറ്റിവിറ്റി ഇൻറ്റു ഡി ഫൈ ഇ ബൈ ഡി ടി, ഇലക്ട്രിക് ഫ്ലക്സ് ബൈ ടൈം ഇൻറ്റു പെർമിറ്റിവിറ്റി എന്നാ. അത് എഴുതി വെച്ചു. ഇത് പഠിക്കണോ? ഇത് വേറെ ഒന്നും കുറച്ചൊന്നുമില്ല. എപ്സിലോൺ 0 ഡി ഫൈ ബൈ ഡി ടി. അപ്പൊ രണ്ടാമത്തെ ലൂപ്പിൽ അയാൾ ഇക്വേഷൻ എഴുതി, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ ടു u0 ഇൻറ്റു ഐ ഡി. രണ്ടാമത്തെ ലൂപ്പിലുള്ള കറണ്ട് ഐ ഡി. ഇനി ഐ ഡിയെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കുമ്പോൾ മക്കളെ, ഐ ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഡി ഫൈ ബൈ ഡി ടി. ഇനി ഫൈ എന്താ ആലോചിച്ച് പറ. ഫൈ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഒക്കെ പണ്ട് പഠിച്ചിട്ടില്ല. ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? ഒരു കപ്പാസിറ്റർ പ്ലേറ്റിനുള്ളില് സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പൊ ഫ്ലക്സ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിന് പകരം സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഏരിയ. കണ്ടോ? സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഏരിയ. അതാണ് ഫ്ലക്സ്. കിട്ടിയില്ലേ? ഇനി ഫ്ലക്സ് ഈക്വൽ ടു, പിന്നെ വിളിക്കാൻ പറഞ്ഞേട്ടാ, പിന്നെ ഫ്ലക്സ് ഈക്വൽ ടു സിഗ്മ പകരം ചാർജ് ബൈ ഏരിയ. അപ്പൊ ക്യൂ ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു എ. എയും എയും വെട്ടി കളഞ്ഞ ഫ്ലക്സ് ഈക്വൽ എന്ത് വരൂടാ? ക്യൂ ബൈ എപ്സിലോൺ 0. സിമ്പിൾ ആയിട്ടുള്ള സാധനം കിട്ടിയിട്ടാ. ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇത് തന്നെയാണ് ഗോസ് തിയറം ട്ടാ. അതാട്ടാ, അത് വലിയ കുഴപ്പമില്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എപ്സിലോൺ 0 ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. അപ്പൊ എപ്സിലോൺ 0 ഇൻറ്റു ഡി ബൈ ഡി ടി ഓ ഫ്ലക്സിന് പകരം ക്യൂ ബൈ എപ്സിലോൺ 0. മക്കളെ എപ്സിലോൺ 0 എപ്സിലോൺ 0 വെട്ടിപ്പോയി. ഡി ക്യൂ ബൈ ഡി ടി. ഡി ക്യൂ ബൈ ഡി ടി ആണ് സാധാ കറണ്ട്. സാധാ കറണ്ട് നമ്മൾ പറഞ്ഞ പേരാണ് കണ്ടക്ഷൻ കറണ്ട്. അപ്പൊ കണ്ടക്ഷൻ കറണ്ട് തന്നെയാണ് എന്ത് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ കണ്ടക്ഷൻ കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എത്ര തന്നെയാണ് മക്കളെ? 1 ആംപിയർ ആണ്. കേട്ടോ? ഈ കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ ഈ കറണ്ട് 1 ആംപിയർ ആണ്. അപ്പൊ വയറിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആയിട്ട് പോകുന്നത് എന്നാണ് ആര് പറഞ്ഞത്? മാക്സ്വെൽ. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? കേട്ടാ? അപ്പൊ മാക്സ്വെൽ പുതിയൊരു കറണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കേട്ടാ? ഇനി ബാക്കി നമുക്ക് പിന്നെ പറയാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ മനസ്സിലായിക്കോളും അങ്ങനെ ഒരു കറണ്ട് ഉണ്ടോ ഇല്ല എന്നൊക്കെ പിന്നെ പറയാം. അങ്ങനെ ഒരു പുതിയൊരു കറണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏത് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അതിന്റെ വാല്യൂ എത്രയാ? എപ്സിലോൺ 0 ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോ എന്തിനോട് ഈക്വലന്റ് ആയി? സാധാ കറണ്ടിനോട് ഈക്വലന്റ് ആയി. അതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഈക്വൽ ടു സാധാ കറണ്ട്. തെറ്റിക്കൂടെ? എഴുതി വെക്കി. പറയാം. സെന്റൻസ് എഴുതി വെച്ചോ. In order to make എഴുതാടാ. In order to make ampere circuit law consistent. In order to make ampere circuit law consistent. In this case, in order to make ampere circuit law consistent in this case, ampere circuit law consistent in this case, Maxwell introduced എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്തേ? കറണ്ട്. A new current. Maxwell introduced a new current, that is displacement current. Displacement current introduced ചെയ്തു. And this displacement current is equal to conduction current. അതുകൂടി എഴുതി വെക്കാം. ബാക്കി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ. ഇവിടെ ഉള്ള സാധനം എഴുതി വെച്ചിട്ടുണ്ടാവും. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഈക്വൽ ടു കണ്ടക്ഷൻ കറണ്ട്. ആർക്കെങ്കിലും സംശയം പറയണ്ട ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും ഈക്വൽ ആണെന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും ഈക്വൽ ആണ്. അപ്പോ മാക്സ്വെൽ വന്നിട്ട് മോഡിഫൈഡ് ഫോം എഴുതാൻ പോവാണ്. മാക്സ്വെൽ ആംപിയർ സർക്യൂട്ട് ലോ. കേട്ടോ? എഴുതാം. മാക്സ്വെൽസ് ആംപിയർ സർക്യൂട്ട് ലോ.
ഇതാണ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു മാക്സ്വെലിന്റെ കണക്ഷൻ എന്താ? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു IC പ്ലസ് ID, conduction current plus displacement current. So this is the correction of Maxwell. So Maxwell's ampere circuit law equal to integral B dot dl equal to μ0 times of IC plus ID. എല്ലാ കറന്റിനും എടുക്കുക, കണ്ടക്ഷൻ പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റിനും എടുക്കും, μ0 into IC plus ID. ഇതാണ് അവരുടെ കറക്ഷൻ. ചോദിക്കട്ടാ, മാക്സ്വെലിന്റെ കറക്ഷൻ ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ ടു μ0 into IC plus ID. നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പോ പറയുകയാണെങ്കിൽ കപ്പാസിറ്റർ നമ്മളിവിടെ വരച്ചു വെച്ചല്ലേ? കപ്പാസിറ്റർ പുറത്തല്ലേ ലൂപ്പ് 1, കപ്പാസിറ്റർ ഉള്ളിലല്ലേ ലൂപ്പ് 2 അല്ലെ? ഫോർ ലൂപ്പ് 1 നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ലോ എല്ലായിടത്തും അപ്ലിക്കബിൾ ആണോ നോക്കിക്കേ. ഫോർ ലൂപ്പ് 1 ഓക്കെ, ഫോർ ലൂപ്പ് 1 ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു മക്കളുടെ ലൂപ്പ് 1 ആലോചിച്ച് നോക്ക്. ലൂപ്പ് 1 ഏത് കറണ്ടുള്ള? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുള്ള, കണ്ടക്ഷൻ കറണ്ടുള്ള? ലൂപ്പ് 1 കണ്ടക്ഷൻ കറണ്ടുള്ള. അവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നമ്മൾ എന്ത് എഴുതും? IC. ലൂപ്പ് 1 അത് IC വെച്ച് എഴുതി. ഇനി ഫോർ ലൂപ്പ് 2 ആലോചിച്ച് പറ. ഫോർ ലൂപ്പ് 2 ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു മക്കളെ ലൂപ്പ് 2 ഏത് കറണ്ടുള്ള? കണ്ടക്ഷനാ ഡിസ്പ്ലേസ്മെന്റാ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുള്ള. അപ്പോ ID, ഈ ഐഡിയും IC എന്താന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ആണ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പ്രത്യേകത? പുറത്തുള്ളതും ഉള്ളിലുള്ളതും എന്താണ്? സെയിം ആണ് കേട്ടാ. അപ്പൊ മാക്സ്വെൽ അതിനെ കറക്റ്റ് ആക്കി കളയാൻ കേട്ടാ. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ ടു μ0 ഇൻറ്റു IC പ്ലസ് ID. കിട്ടിയ? ഇതാണ് മോഡേൺ ആംപെയർ സർക്യൂട്ട് ലോ, മാക്സ്വെലിന്റെ കറക്ഷനോട് കൂടി. അത് ചോദിക്കും. അതിനുവേണ്ടി ആ കൊടുത്തിട്ടുള്ള കറണ്ട് ആണ് ഏത് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സംശയം നിങ്ങൾ പറയാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അത് എഴുതി വെച്ചോ. മോഡേൺ ആംപെയർ സർക്യൂട്ടിലോ എഴുതി വെച്ചോളൂ. മോഡേൺ ആംപെയർ സർക്യൂട്ടിലോ മാക്സ്വെൽ ആംപെയർ സർക്യൂട്ടിലോ എഴുതി വെക്കുക. ഇനി ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ കുറിച്ച് നമ്മള് ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ഈ ചില കുട്ടികളൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട്, നമ്മളോട് ചോദിക്കാറുണ്ട്. ചില കുട്ടികളൊക്കെ കേട്ടാ, നിങ്ങൾ ചോദിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. ചില കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, നമ്മളൊരു കപ്പാസിറ്റർ എടുത്തു, ഒരു കപ്പാസിറ്റർ എടുത്തിട്ട് നമ്മൾ ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തു. സെല്ലിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് ഫ്ലോ ചെയ്തിട്ട് വേണം ഇതെന്തായി മാറാൻ? ആ പ്ലേറ്റുകൾ ഏത് ചാർജായി മാറാൻ? അതന്നെ, ഒരു പ്ലേറ്റ് ഏത് ചാർജായി മാറാൻ? ഒരു പ്ലേറ്റ് പോസിറ്റീവ് ചാർജായി മാറാനും മറ്റേ പ്ലേറ്റ് നെഗറ്റീവ് ചാർജായി മാറാനും. അപ്പോ പ്ലേറ്റുകൾ പോസിറ്റീവായി നെഗറ്റീവായി മാറണമെങ്കിൽ അതിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യണം? കറണ്ട് ഫ്ലോ ചെയ്യണം. അപ്പൊ ഈ കപ്പാസിറ്റർ എടുക്കുന്ന സമയത്ത് ചില കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ആണല്ലോ, ഈ ഫസ്റ്റ് പ്ലേറ്റ് സെക്കൻഡ് പ്ലേറ്റിന്റെ ഇടയിൽ എന്താണ്? ഗ്യാപ്പ് ആണ്. അപ്പോ സർക്യൂട്ട് കംപ്ലീറ്റ് ആണോ? അല്ല. ശരിക്കും സർക്യൂട്ട് എന്തല്ല? കംപ്ലീറ്റ് അല്ല. സർക്യൂട്ട് ക്ലോസ്ഡ് ആണോ മക്കളെ? അല്ല. ഇത് ഓപ്പൺ വന്നിട്ടില്ലേ? ആ ഗ്യാപ്പ് വന്നിട്ടില്ലേ? ഈ ഗ്യാപ്പ് വന്നാറുണ്ട് സർക്യൂട്ട് എന്തല്ല? ക്ലോസ്ഡ് അല്ല. ക്ലോസ്ഡ് അല്ലാത്ത സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാറില്ല. നമ്മൾ അങ്ങനെ പഠിച്ചാണ്. ക്ലോസ്ഡ് അല്ലാത്ത സർക്യൂട്ടിലൂടെ എന്ത് ഫ്ലോ ചെയ്യാറില്ല? കറണ്ട് ഫ്ലോ ചെയ്യാറില്ല. അപ്പൊ ഈ വഴി എന്ത് ചെയ്യാൻ പാടില്ല? ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി പ്രകാരം കറണ്ട് ഫ്ലോ ചെയ്യാൻ പാടില്ല. കറണ്ട് ഫ്ലോ ചെയ്തെങ്കിൽ ചാർജ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, അന്ന് കപ്പാസിറ്റർ എടുക്കുന്ന സമയത്ത് ചോദിക്കും, സാർ ഇത് ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്, ഈ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്തത്? കറണ്ട് ഫ്ലോ ചെയ്ത് ഇതെന്താക്കി മാറ്റുന്നത്? ചാർജിലാക്കി മാറ്റുന്നത് എന്ന് ചോദിക്കും കേട്ടാ. അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യം മനസ്സിലുള്ള കുട്ടികൾക്ക് അതിനുള്ള ആൻസർ എവിടെ വെച്ച് കിട്ടി കഴിഞ്ഞു. ആക്ച്വലി ഇതെന്താണ്? ഇത് ക്ലോസ്ഡ് ആയി. കാരണം ഇതുവരെ ഏത് കറണ്ട് ഉണ്ട്? മക്കളെ? കണ്ടക്ഷൻ കറണ്ട്. ഇതിന്റെ ഉള്ളിൽ ഏത് കറണ്ട് ഉണ്ടാ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പറഞ്ഞതോടുകൂടി ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഒരു കണ്ടിന്യൂറ്റി ഇൻ സർക്യൂട്ട് ഫോം ചെയ്തു അല്ലെ കേട്ടാ.
അപ്പോൾ ആ ഒരു ഡൗട്ട് ഉള്ളവർക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വന്നതോടുകൂടി പിന്നെ ആ ഡൗട്ടിന് ഉള്ള വകുപ്പ് ഉണ്ടാവില്ല. അപ്പോ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ ഗ്യാപ്പ് ആണെങ്കിലും ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്, ക്ലോസ്ഡ് ആണ്, കണ്ടിന്യൂസ് ആണ്. ഏത് കറണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തു? ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അല്ലെങ്കിൽ യൂസ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വന്നതോടുകൂടി യു ക്യാൻ ഡിഫൈൻ ദ കംപ്ലീറ്റ്നെസ് ഓർ കണ്ടിന്യൂറ്റി ഓഫ് ദ സർക്യൂട്ട്. കപ്പാസിറ്റർ സർക്യൂട്ടുകളുടെ കണ്ടിന്യൂറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പറയാൻ പറ്റി. അതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസ് കേട്ടോ. അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. സോ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ അഡ്വാൻറ്റേജ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വന്നതോടുകൂടി എന്ത് ചെയ്തു? അവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വന്നതോടുകൂടി അവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഫോം ചെയ്തു, കണ്ടിന്യൂറ്റി ഫോം ചെയ്തു. സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഫോംസ് ദ കണ്ടിന്യൂറ്റി ഇൻ ദ സർക്യൂട്ട് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പ്രൊഡ്യൂസസ് ദ കണ്ടിന്യൂറ്റി ഇൻ ദ സർക്യൂട്ട്. That's why the current flow through the circuit and capacity gets charged. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പറയുമ്പോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞൊരു കറണ്ട് അവിടെ ഉണ്ടാകുന്നില്ല. ഇനിയാണ് അതിന്റെ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഇതുവരെ അങ്ങനെയൊക്കെ കറണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയാണ് ട്വിസ്റ്റ് കേട്ടാ. ഫിസിക്സ് എപ്പോഴും ട്വിസ്റ്റുകളെ സ്നേഹിക്കുന്നതാണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞൊരു കറണ്ട് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. സോ നിങ്ങൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്? പോകരുത്. അതാണ് എനിക്ക് ഇവിടെ ആരോ ദിയാണ് സംശയം ചോദിച്ചെന്നുണ്ട്. ഗ്യാപ്പിലൂടെ എങ്ങനെയാ കറണ്ട് ഫ്ലോ ചെയ്യാം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ദിയ എപ്പോഴല്ലേ നീ ചോദിച്ചത്? ഗ്യാപ്പിലൂടെ എങ്ങനെയാ കറണ്ട് ഫ്ലോ ചെയ്യാന്ന് ഏതോ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കറണ്ട് ഇല്ല, പിന്നെയാണല്ലോ ഫ്ലോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് എ തിയററ്റിക്കൽ കറണ്ട്. അതൊരു തിയററ്റിക്കൽ കറണ്ട് മാത്രമാണ്. അവിടെ നിങ്ങൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നൊന്നും പറയരുത്. അതൊരു തിയററ്റിക്കൽ കറണ്ട് ആണ്. എന്തിനാണ് തിയററ്റിക്കൽ? അത് ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യണേക്കാൾ മുമ്പ് ശ്രദ്ധിക്കണം. എന്താ? കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല, സംശയമൊന്നുമില്ലല്ലോ. കപ്പാസിറ്റർ ചാർജ് ചെയ്യണേക്കാൾ മുമ്പ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വരുന്നതിനനുസരിച്ച് അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു. സോ വൈ ചാർജിങ് ദ കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ശരിയല്ലേ? ശരിയല്ലടാ. അപ്പൊ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു. അപ്പൊ അവിടെ ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാകുന്നു. ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഉണ്ടാകുന്നു കേട്ടാ. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഉണ്ടാകുന്നു. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കേട്ടാ. നമ്മൾക്കറിയാലോ ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട് ഇവർ തമ്മിൽ. അപ്പൊ പറയുന്നത് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ എല്ലാവരും ശ്രദ്ധിക്കട്ടെ. തുടക്കത്തിൽ അവിടെ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കാരണം അവിടെ ചാർജ് ഇല്ല. അപ്പൊ വൈ ചാർജിങ് ദ കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ഇൻക്രീസസ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും മക്കളെ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ കപ്പാസിറ്ററുകളുടെ പ്ലേറ്റുകൾക്കിടയിൽ ഏത് ഫീൽഡ് ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്നത് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമാണ് ഏത് ഫീൽഡ് ഉള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് നമ്മൾ പഠിച്ച കാര്യം. അപ്പൊ സാധാരണ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ നമ്മൾ അതിനപ്പുറത്ത് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ വെക്കാറുണ്ട് ഇല്ലടാ. പക്ഷെ ഇവിടെ കറണ്ട് ഒന്നുമല്ല. ഇവിടെ ആരാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയത്? ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്തുണ്ടാക്കുന്നത് മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണേ. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഏത് ഫീൽഡ് ഉണ്ടാക്കി? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി. പക്ഷെ നമ്മൾ സാധാരണ പറയാറുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണമെങ്കിൽ ഒരു കറണ്ടിന്റെ പ്രസൻസ് വേണം എന്ന് നമ്മൾ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഈ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, ഈ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു തിയററ്റിക്കൽ കറണ്ട് മാത്രമാണ് ഏത് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉപയോഗിച്ചിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. ആക്ച്വലി ഈ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഉപയോഗിച്ചിട്ടല്ല ഉണ്ടായത്. ആര് വെച്ചിട്ടുണ്ടാകണേ? വേരിങ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടുണ്ടായത്. വേരിങ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടുണ്ടായ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു തിയററ്റിക്കൽ കറണ്ട് മാത്രമാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അതിന്റെ ഇടയിൽ കൈ കൊണ്ട് വെച്ച ഷോക്ക് അടിക്കുന്നു, അത് ഇലക്ട്രോൺസ് ഫ്ലോ ഉണ്ടാവും, മറ്റേ സാധനം ഫ്ലോ ചെയ്യുന്നൊന്നും എന്ത് ചെയ്യണ്ട, പറയണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ഒരു സാധനയെ ഫ്ലോ ചെയ്യില്ല. അതിനിടയിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറണ്ട് ഏത് കറണ്ടാണ്? തിയററ്റിക്കലാണ് കേട്ടോ. അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്.
കേട്ടാ. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അപ്പൊ വിശ്വാസങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാവരും വിശ്വസിക്കാറില്ല. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ വിചാരിക്കുന്ന കറണ്ടാണ് ഏത് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. കിട്ടിയടാ ഓൺലൈൻകാർക്ക്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞ കറണ്ട് ഉണ്ടോ? ആക്ച്വലി അതുണ്ടോ? അതില്ല. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേ? ആരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഡിഫൈൻ ചെയ്തതാ? അതിനുള്ളിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്ത ഒരു തിയററ്റിക്കൽ കറണ്ടാണ്. ആക്ച്വലി ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും വേണ്ട, ഈ ഗ്യാപ്പുള്ള സ്ഥലത്തൂടെ എങ്ങനെയാ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ള ഒരു ബുദ്ധിമുട്ടും വേണ്ട. കാരണം അങ്ങനെ ഒരു കറണ്ട് ഇല്ല, ഫ്ലോ ചെയ്യുന്നില്ല. ഇല്ല, പിന്നെയാണല്ലോ ഫ്ലോ ചെയ്യേണ്ട ആവശ്യം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ സമാധാനമല്ലേ? സമാധാനമല്ലേ? അത്രേ ഉള്ളൂ സമാധാനം. കിട്ടിയ? യെസ്. അപ്പൊ എഴുതി വെക്കാം. ഈ 2-3 പോയിന്റുകൾ അവിടെ എഴുതി വെക്കാം. ഈ 2-3 പോയിന്റിൽ എഴുതി വെക്കാം. എന്താ എഴുതി വെക്കേണ്ട? ഫസ്റ്റ് വൺ, by introducing displacement current. Displacement current introduce ചെയ്തതിനു കൂടി by introducing displacement current we can explain the continuity in the circuit. We can explain the continuity in the circuit. We can explain the continuity in the circuit, and our circuit will become closed. And our circuit will become closed and capacitor gets charged. And our circuit will become closed and our capacitor gets charged. അതാണ് ഒന്നാമത്തെ കാര്യം. ശരിയാ? അടുത്തത് എഴുതി വയ്ക്കുക. Initially when there is no charge inside the capacitor, കപ്പാസിറ്ററിന്റെ ഉള്ളിൽ എന്തില്ലെങ്കിൽ, ചാർജ് ഇല്ലെങ്കിൽ, there is no electric field. കപ്പാസിറ്ററിന്റെ ചാർജ് ഇല്ലെങ്കിൽ there is no electric field. There is no electric field inside the capacitor. കപ്പാസിറ്ററിനുള്ളിൽ ചാർജ് ഇല്ലെങ്കിൽ അവിടെ ഏത് ഫീൽഡും ഇല്ല, ഇലക്ട്രിക് ഫീൽഡും ഇല്ല. There is no electric field. കഴിഞ്ഞ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. While charging the capacitor, ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് while charging the capacitor, electric field get increases. While charging the capacitor, electric field get increases. And that varying electric field produces a magnetic field. Varying electric field produces a magnetic field inside the capacitor. Displacement current is a theoretical current. Displacement current is the theoretical current introduced. Displacement current is the theoretical current introduced in order to explain this magnetic field. Explain this magnetic field. Actually, there is no current exist. അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ കറണ്ട് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. തെറ്റിക്കോ? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഭാഗം. കേട്ടാ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ആവശ്യകത എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാം? ഒന്നാ പറയാനുള്ളോ? അത് കാരണം കൊണ്ട് എന്ത് പറയാൻ പറ്റി? കണ്ടിന്യൂറ്റി പറയാൻ പറ്റി. സർക്യൂട്ട് എന്താന്ന് പറയാൻ പറ്റി? കണ്ടിന്യൂസ് ആണ്, ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റി. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ വാല്യൂം കണ്ടക്ഷൻ കറണ്ടിന്റെ വാല്യൂ എത്രയാണ്? കേട്ടാ? അത് രണ്ട് സെയിമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി വേണമെങ്കിൽ ഞാൻ പറയാം. കണ്ടക്ഷൻ കറണ്ട് മാക്സിമം ഉള്ള സ്ഥലങ്ങളിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവില്ല, സീറോ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് മാക്സിമം ഉള്ള സ്ഥലങ്ങളിൽ കണ്ടക്ഷൻ കറണ്ട് സീറോ ആയിരിക്കും. കേട്ടാ? ഇവരങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോ അതുകൂടി വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. വെൻ കണ്ടക്ഷൻ കറണ്ട് ഈസ് മാക്സിമം, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈക്വൽ ടു 0.
when conduction current is maximum, displacement current is equal to 0. When displacement current is maximum, conduction current is equal to 0. Displacement current is maximum, conduction current is equal to 0. കേട്ടാ ക്ലിയർ ആയ ബുദ്ധിമുട്ടുണ്ടോ അല്ല എനിക്ക് ബുദ്ധിമുട്ടില്ല ഓക്കെ കുഴപ്പമില്ലടാ ഇനി അടുത്ത ഹെഡിങ് എഴുതാം മാക്സ്വെൽസ് ഇക്വേഷൻസ് Maxwell's equations. മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ ഒന്ന് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/epsilon 0 into q inside. ഫസ്റ്റ് ഇക്വേഷൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/epsilon 0 into q inside. ഫസ്റ്റ് മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ. ഇത് മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ ഒന്നല്ല, അത് ഗോസ് തിയറം. ഗോസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസ് തിയറം ആണ് മാക്സ്വെല്ലിന്റെ ആദ്യത്തെ ഇക്വേഷൻ. മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നാലും വേറെ ആൾക്കാരാണ് കേട്ടോ, അത് തെരഞ്ഞെടുത്ത് എഴുതുന്നുള്ളൂ. മാക്സ്വെല്ലിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഗോസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. രണ്ടാമത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0. ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം, ഇതാണ് അയാളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0. മൂന്നാമത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബി ബൈ ഡി ടി. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. ഇത് ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ ആണ്. ഇ എം എഫ് ഈക്വൽ ടു d5/dt. അതാണിത്. ഇ എം എഫിന് പകരം ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എന്ന് കൊടുത്തു നോട്ടാ. അപ്പൊ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എന്ന് പറയുമ്പോൾ ഇ എം എഫ് ആണ് കേട്ടാ, തെറ്റിക്കണ്ട. അപ്പൊ ഇ എം എഫ് ഈക്വൽ ടു മൈനസ് d5/dt. ഇതാണ് ഫാരഡേയുടെ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ 3 ഇക്വേഷൻസിലും അയാളുടെ റോളൊന്നും ഇല്ലാട്ടാ. ഇത് ഗോസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇത് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം, ഇത് ഫാരഡേയുടെ ഇക്വേഷൻ. അതന്നെ കോപ്പിഡി എന്ന് പറഞ്ഞ പോലെ 3 ഇക്വേഷൻസ് അയാൾ കോപ്പിടിച്ചാ. ഇത് ഇ എം എഫ് ആട്ടാ കേട്ടാ, അത് പേടിക്കരുത് കേട്ടാ, അങ്ങനെ സാധനമൊക്കെ ഉണ്ട് കേട്ടാ. ഇ എം എഫ് ആണ്, ഇത് പേടിക്കണ്ട. ഇ എം എഫ് മൈനസ് d5/dt. നാലാമത്തെ ഇക്വേഷൻ ആണ് അയാളുടെ റോളുള്ള ഇക്വേഷൻ. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡി എന്നാ. ഇതിന് മാത്രം അയാളുടെ ഒരു കൈകടത്തിൽ വന്നിട്ടുണ്ട്. ബാക്കി 3 ഇക്വേഷൻസും മറ്റുള്ളവരിൽ നിന്ന് കോപ്പിടിച്ചാണ് കേട്ടാ. അതാണ് മാക്സ്വെല്ലിന്റെ 4 ഇക്വേഷൻസ്. സോ ദീസ് ആർ ദ 4 ഇക്വേഷൻസ് ഓഫ് ദ മാക്സ്വെൽ. Gauss theorem in electrostatics, Gauss theorem in magnetism, Faraday's law, and Maxwell's Ampere circuit law. കേട്ടോ, ഇത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്, ശ്രദ്ധിക്കണേ. ഇതാണ് അയാളുടെ 4 ഇക്വേഷൻസ്. കിട്ടിയ ഈ 4 ഇക്വേഷനും ഉപയോഗിച്ചിട്ടാണ് അയാള് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ പ്രിഡിക്റ്റ് ചെയ്തത്. So Maxwell is the first scientist who predicted the electromagnetic wave. Electromagnetic wave ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ള പ്രിഡിക്ഷൻ നടത്തിയത് ആരാണ്? മാക്സ്വെൽ ആണ് കേട്ടോ. അയാളുടെ ഈ 4 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ആള് പ്രൊഡിക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അയാളുടെ പ്രൊഡിക്ഷൻ ഉപയോഗിച്ച് അത് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ, അയാൾ ഉണ്ടാക്കിയില്ല കേട്ടോ, ഉണ്ടാക്കിയെടുത്തത് ഹെഡ്സ് എന്ന് പറഞ്ഞ വേറൊരു സയന്റിസ്റ്റാണ്. ഹെഡ്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ് ആദ്യമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ജെ.സി. ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറഞ്ഞ ഇന്ത്യക്കാരൻ വീണ്ടും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാക്കിയെടുത്തു. ആർക്ക് കഴിഞ്ഞിട്ട്? ഹെഡ്സിന് കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ജെ.സി. ബോസ് ആണ്. നമ്മുടെ ഇന്ത്യക്കാരനാണ്, കൽക്കട്ടയിൽ വെച്ചിട്ട്.
പിന്നെ മാർക്കോണി, അത് കേട്ടിട്ടുണ്ടാവല്ലോ. മാർക്കോണിയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എന്ത് ചെയ്തത്, സെൻഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത്, റേഡിയോ ട്രാൻസ്മിറ്റ് ചെയ്തത് മാർക്കോണി. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള 4 സ്റ്റേജുകൾ, 4 സയന്റിസ്റ്റുകൾ അവരൊക്കെയാണ്. അതിൽ നമുക്ക് മാക്സ്വെല് മാത്രമേ ഉള്ളൂട്ടാ. ഹെഡ്സിനെ കുറിച്ച് വെറുതെ പറഞ്ഞു പോകുന്നത്. മാക്സ്വെല്ലിന്റെ പ്രഡിക്ഷനും അയാളുടെ ഇതില് എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാകുന്നത്, അതിന്റെ പ്രോപ്പർട്ടി കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാറ്. കിട്ടിയാ കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്, അടുത്ത ഹെഡിങ് എഴുതി വയ്ക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പൊ അതിന് മുമ്പ് ചെറിയൊരു കാര്യം സാറ് പറഞ്ഞുതരാം. ചെറിയൊരു കാര്യം നമുക്ക് പറഞ്ഞുതരാം. അതുകൂടി ഒന്ന് പറഞ്ഞുതരുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് നമ്മൾ കപ്പാസിറ്ററിന്റെ ഉള്ളിൽ നേരത്തെ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഇത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഇതിനുള്ളിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടുണ്ട് അല്ലെ. ഐ മീൻ ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് നെഗറ്റീവ് ചാർജ് ആണ്. ഇതിനുള്ളിൽ എന്തുണ്ടാവും, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കുക, വേരിങ് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ഈ വേരിങ് ഇലക്ട്രിക് ഫീൽഡ് ഏത് ഫീൽഡ് ഉണ്ടാക്കും, നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന പഠിപ്പിച്ച ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇലക്ട്രിക് ഫീൽഡിന് എന്തായിട്ടായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. നമ്മൾ ഇങ്ങനെയാണ് നമ്മളിപ്പോ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു അസ്യൂം ചെയ്യാൻ പറ്റണ്ട. ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. കേട്ടോ, ഇപ്പൊ വേണമെങ്കിൽ ഞാനിത് ഇങ്ങനെ വേറെ കാണിച്ചു തരാം. ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഫിഗർ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഇതിനെ കുറച്ചുകൂടി നമുക്ക് പറയാൻ പറ്റും. ഇത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എവിടേക്കാ, ഉള്ളിലേക്ക്, ഇൻ ടു ദ ബോർഡാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാ പോകുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഇലക്ട്രിക് ഫീൽഡാണ്, വേരിങ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പൊ ഈ വേരിങ് ഇലക്ട്രിക് ഫീൽഡ് എവിടെ എന്തുണ്ടാക്കൂടാ, പറ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഉണ്ടാക്കില്ലേ, ഒരു വേരിങ് ഇലക്ട്രിക് ഫീൽഡ് എന്തുണ്ടാക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇലക്ട്രിക് ഫീൽഡിന് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ. കട ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ മക്കളെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കാണുന്നത്. ശരിയാ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകുമ്പോ മാഗ്നറ്റിക് ഫീൽഡ് ആ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക, അലൈൻ ചെയ്യുക. അതായത് ഇവിടെ വരച്ച് കാണിച്ചു പോലെ. അപ്പൊ ഇതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഇലക്ട്രിക് ഫീൽഡ്, this varying electric field produces a magnetic field. തുടങ്ങി. Varying electric field produces a magnetic field which is perpendicular to this electric field. Which is perpendicular to this electric field. ഈ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ശരിയാ. അപ്പോഴല്ലോ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. യെസ്. അടുത്ത് എഴുതി വെക്കുക. ഇങ്ങനെ ടോട്ടാ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഉള്ളിലോട്ട് ഇലക്ട്രിക് ഫീൽഡും. അത് നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയാന്ന് വിചാരിക്കുന്നുണ്ടാ. ഇനി ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം വേണ്ടിവരും അല്ലേ. കറണ്ട് എവിടുന്ന എവിടേക്കാ ഫ്ലോ ചെയ്യുന്നത്? നമ്മളിവിടെ ഒരു സെല്ല് വെച്ച് കണക്ട് ചെയ്തപ്പോ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക. നമ്മൾ സെല്ല് വെച്ച് കണക്ട് ചെയ്തു. അപ്പോ ഈ വഴി പോകുന്ന കറണ്ട് ഏത് കറണ്ടാ? കണ്ടക്ഷൻ കറണ്ടാ അല്ലെ, കണ്ടക്ഷൻ കറണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ഏത് കറണ്ട് പോകുന്നുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡയറക്ഷൻ എവിടേക്കാ? പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് എവിടേക്കാ? പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡയറക്ഷനും എന്താണ്? സെയിം അല്ലേ. കറണ്ട് ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ പിടിക്കാനുള്ള റൂൾ ഏതാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. തമ്പ് ഏതിന്റെ ഡയറക്ഷൻ ഉപയോഗിക്കുക? കറണ്ട് ഡയറക്ഷൻ ഉപയോഗിക്കുക. ഈ സാധനം എവിടേക്കാ പോകണമെന്ന് നോക്കുക. ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. കാര്യങ്ങളൊക്കെ വളരെ ലോക്കലാണ്. എഴുതി വെച്ചല്ലേ.
യെസ്. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അടുത്ത ഹെഡിങ് എഴുതാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്.